മിശിഹായിലെ സ്നേഹമുള്ളവരെ, ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം നാം ആഘോഷിക്കാൻ പോവുകയാണ്. ഒപ്പം 10-ാം തീയതി നമ്മൾ ജന്മദിനവും ആത്മാഭിഷേകമായ തിരുനാളും കൂടിയിട്ട് 10-ാം തീയതിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 5, 6, 7 5-ാം തീയതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആണ്, 6-ാം തീയതി വെള്ളിയാഴ്ച, 7-ാം തീയതി ശനിയാഴ്ച. ഈ 3 ദിവസം ഉപവാസിക്കാൻ പറ്റുന്നവർ ഉപവസിച്ചാൽ മതി. അല്ലാണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഉപവാസം കാണും ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ തീവ്രവാദികളാവണ്ട. കഴിഞ്ഞ ദിവസം തോമസ് തറയിലെ പിതാവ് പറഞ്ഞൊരു വാചകം കോട്ടിയാണ്. സഭയ്ക്ക് പണ്ട് തീവ്രവാദികൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീവ്രവാദവും ഇല്ല, തീക്ഷ്ണമതികളും ഇല്ല. നമുക്ക് തീവ്രവാദമല്ല വേണ്ടത്, തീക്ഷ്ണതയാണ് വേണ്ടത്. തീവ്രവാദവും തീക്ഷ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? തീവ്രവാദത്തിന് അക്രമം ഉണ്ടാവും. അപ്പോൾ അവിടെ തീവ്രവാദം വേണ്ട, തീക്ഷ്ണതയാണ് വേണ്ടത് നമുക്ക്. അപ്പം അതുകൊണ്ട് 5, 6, 7 ദിവസങ്ങളിലേ നിങ്ങൾ ഉപവാസം എടുത്ത് പറ്റുന്നവർ മാത്രം എടുത്താൽ മതി. ഉപവാസം ചെയ്യേണ്ടത് 144 പ്രാവശ്യം മറിയത്തിൻ്റെ സ്തോത്രഗീതം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. 3 നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. 144. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛ വേറെ നമ്പറൊന്നും അച്ഛനെ കണ്ടില്ലേ എന്നുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ 144 പ്രത്യേകത എന്താണെന്നറിയോ? കുറേ ആൾക്കാർ പുതിയവരുണ്ട്, അറിയില്ല. ഇസ്രായേൽ 12 ഗോത്രങ്ങൾ എത്രയാ? 12 ഗോത്രങ്ങൾ, 12 പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാർ. അത് രണ്ടും കൂട്ടുമ്പോഴാണ് 12 12 എത്രയാ? സ്കൂൾ പഠിച്ചിട്ടില്ല. 144. അതുകൂടാതെ ഈശോയുടെ 2ാം വരവിനോടനുബന്ധിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എത്ര 1000 പേരാ വരണേ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാ. 144 1000 പേരാണ് തിരുക്കുമാരനെ അനുഗമിക്കാനായിട്ട് കടന്നു വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ അവിടെ 1,44,000 എന്നല്ല പറയണേ. എന്താ പറയണേ? 144,000. 144 ദൈവശാസ്ത്രപരമായിട്ട് ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട്. പൂർണ്ണതയുടെ അടയാളം, പൂർണ്ണത പ്രതീകം എന്ന് ഈ 12ഉം 144 നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് 144 പ്രാവശ്യം. ചില ചോദിക്കും, അച്ഛൻ അത് കുറച്ച് പറഞ്ഞോടെ ചെല്ലാൻ എളുപ്പത്തിനായിട്ട്. കുറയ്ക്കാം, പക്ഷേ ഒന്നും നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം 150 ചെല്ലണം. ഇത് പെട്ടെന്ന് കഴിയുന്നേ. ചിലർക്കും ബൈഹാർട്ട് അറിയാമല്ലേ മറിയത്തിൻ്റെ സ്തോത്രഗീതം. അപ്പോൾ അത് ചൊല്ലിയിട്ട് പരിശുദ്ധ അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പ്രാർത്ഥനയാണ് സ്തോത്രഗീതം. അമ്മ തീക്ഷ്ണമതിയായി ജ്വലിച്ച് ചൊല്ലിയ പ്രാർത്ഥനയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇതിലെല്ലാം ഉണ്ട്. എൻ്റെ ആത്മാവ് പിതാവായ ദൈവത്തെ, എൻ്റെ ചിത്തം പുത്രന്. അവിടെ ദാസിതാഴ്മയെ കടാക്ഷിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള അമ്മ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. വേറെ വല്ല പ്രാർത്ഥനയും അമ്മ ചൊല്ലിയതായിട്ട് ബൈബിളുണ്ടാ? ഉണ്ടാ? സർവസംപിതാവില്ലേ? അതാര് പഠിപ്പിച്ചതാ? അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഇതാ, അമ്മയുടെ പ്രാർത്ഥന.
അപ്പം അതുകൊണ്ട് അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. അമ്മ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ അമ്മയുടെ ജന്മദിനം ഇപ്പം ചെല്ലുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകും. സന്തോഷം. ഇപ്പം മേരേച്ചി, ദൈവമേ മേരേച്ചി പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മേരേച്ചി ഇവിടെ ഒരു തെങ്ങ് വെച്ചു. അവിടെ മേരേച്ചി ദുബായിക്ക് പോയി. 10 വർഷം കഴിഞ്ഞ് വരുമ്പോൾ മേരേച്ചി ആദ്യം നോക്കാൻ എന്താണെന്നറിയോ? ഞാൻ വെച്ച തെങ്ങ് അവിടെ ഉണ്ടോന്നാ. അതിനോടൊരു പ്രത്യേക സ്നേഹം തോന്നോ? ഇതന്നെ അമ്മയുടെയും കാര്യം. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നമ്മുടെ ഒരു പ്രത്യേക സ്നേഹം തോന്നും. ഓക്കെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കാര്യം ആത്മാഭിഷേക മാതാവിനെ കുറിച്ചിട്ടാണ്. പലരും ചോദിച്ചു എൻ്റെ അടുത്ത്, ആത്മാഭിഷേക മാതാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. എനിക്കറിയില്ല, അതിന് പ്രശ്നം. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയണ്ടേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, കർത്താവ് എന്താ പറയേണ്ടത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് കാലത്ത് എൻ്റെ മേശപ്പുറത്തൊരു പുസ്തകം ഇരിക്കുന്നത് തുറന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിലെന്തൊരു ആത്മാഭിഷേക മാതാവിനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിൽ 520 പേജ് എടുത്ത് വായിക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് അതിൽ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ പുസ്തകം കാണിച്ചു തരാട്ടാ. ആത്മാഭിഷേക മാതാവിൻ്റെ പ്രത്യേകത എന്താ? ആത്മാവിലെ അഭിഷേകമുള്ളവളാണ് ആത്മാഭിഷേക മാതാവ്. ആത്മാവിനാലെ അഭിഷേകം ചെയ്തവളാണ് പരിശുദ്ധ കന്യക മറിയം. അപ്പൊ ഈ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, ആത്മാഭിഷേകം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നില്ലേ അനുഗ്രഹം, ഒരു അത്ഭുതം സംഭവിക്കില്ല കേട്ടാ. അതിന് ചെല്ലും വേണ്ട. കിട്ടുന്ന 4 കാര്യങ്ങളാണ്. ഞാൻ എഴുതിയ പുസ്തകമല്ല, വേറെ അച്ഛൻ എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് 4 കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വച്ചിട്ടുള്ളത്. ആത്മാവിലെ ജ്വലിക്കുന്ന അമ്മയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവം പിതാവാണെന്ന അനുഭവം നമുക്കുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ദൈവം പിതാവാണെന്ന അനുഭവം നമുക്കുണ്ടാവും. ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാരുണ്യവും അളവില്ലാത്ത വിധം അനുഭവിക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ വേറെ അത്ഭുതമൊന്നുമല്ല വേണ്ടത്, ഇതന്നെയാണ് വേണ്ടത്. ദൈവം നമ്മുടെ പിതാവാണ്, എൻ്റെ അപ്പനാണ് എൻ്റെ പിതാവ്. ആ ഒരു അനുഭവം കിട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്ത് വിളിക്കും? അതാണ് ഈശോ വിളിച്ചത് ആബാ പിതാവേ എന്ന്. റോമ 8:14 8:14 16 വായിക്കാം. ഇതൊക്കെ വല്ലതും ആ പുസ്തകത്തിലുള്ളതാണ്. ഞാൻ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. റോമ 8:14 മുതൽ 16 വരെ ഒന്ന് വായിച്ചാൽ ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ. ഞാൻ പുത്രന്മാരാണ്. ആബ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ പുത്രസ്ഥാനത്തിനെ ദൈവത്തിൻ്റെ പുത്രിയായിട്ട്, പുണ്യോമന പുത്രിയായിട്ട് പരിശുദ്ധ അമ്മയെ ആത്മാവ് അഭിഷേകം ചെയ്തു. ആ കൃപാവരെ നമുക്കിട്ടാ ചെയ്യുന്നത്. സ്വർഗം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പരിശുദ്ധ അമ്മയെ പുത്രിയായിട്ട് പ്രത്യേകം തെരഞ്ഞെടുത്ത് ആത്മാവ് നയിക്കപ്പെട്ടു. അപ്പൊ ആത്മാവിഷയമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കാര്യം, ഒരു അത്ഭുതം സംഭവിക്കുക, ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യ സ്നേഹവും അനുഭവിക്കാനായിട്ട് ദൈവത്തെ പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന ബന്ധത്തിലേക്ക്, അപ്പനും മക്കളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് അതിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്, യേശു കർത്താവും രക്ഷകനുമാണെന്ന് അനുഭവം അവർക്കുണ്ടാവും. യേശു കർത്താവും രക്ഷകനുമാണെന്ന അനുഭവം ഉണ്ടാകും. കാരണം യേശുവിടെ മാത്രമേ രക്ഷ സംഭവിക്കുകയുള്ളൂ. യേശുവിടെ മാത്രമേ രക്ഷ സംഭവിക്കുകയുള്ളൂ.
1 കൊറിന്തോസ് 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഒന്ന് കൊറിന്തോസ് 12:3. യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ യേശു രക്ഷകനാണെന്ന് പറയണമെങ്കിൽ, ആ പ്രഘോഷം വരണമെങ്കിൽ ആത്മാവ്. അമ്മ യേശു രക്ഷകനെന്ന് പറഞ്ഞിട്ടുണ്ടാ? ചോദിക്കട്ടെ, അമ്മയുടെ പുത്രൻ രക്ഷകനാണെന്ന് പറഞ്ഞിട്ടുണ്ടാ? എവിടെയാ? അപ്പൊ നിങ്ങൾ നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കണേ. അപ്പൊ മനസ്സിലായി. അപ്പൊ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ? മനസ്സിലായി. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ഒന്നാമത് പറഞ്ഞ എന്റെ ആത്മാവ് പിതാവായ ദൈവത്തെ. അപ്പൊ അമ്മ യേശു രക്ഷകനാണ്, പുത്രനാട്ടാ പറയേണ്ട ആവശ്യമുണ്ടാ? സ്വന്തം പുത്രനാണ്. പക്ഷെ പരിശുദ്ധ അമ്മ പുത്രന് രക്ഷകനാണ് എന്ന് ഇവിടെ അമ്മ എടുത്തു പറയുന്നുണ്ട്. നമുക്കും അമ്മയെ പോലെ രക്ഷകനായ യേശുവിൻ്റെ അനുഭവം ഉണ്ടാകാനായിട്ട് അതുവഴി സാധിക്കും. ലൂക്കോ 1:47 അതിലാണ് പറയുന്നത്, എൻ്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിലെ ആനന്ദിക്കുന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. 1 കൊറിന്തോസ് 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞേക്കൂടെ. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന ആഴമേറിയ ബോധ്യം അവർക്കുണ്ടാകും. 1 കൊറിന്തോസ് 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 103-ാമത്തെ വാക്യം. 1 കൊറിന്തോസ് 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. കർത്താവുമായി സംയോജിക്കുന്നവൻ ഒരാത്മാവായി തീരുന്നു. പരിശുദ്ധ അമ്മ ആത്മാവിലെ ജ്വലിച്ച് ആത്മാവോട് ചേർന്ന് നിന്നവളാണ്. മൂന്നാമത്തെ കാര്യം, ഇനി റോമ 8:2 പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അപ്പൊ മരണം ഉണ്ടാവില്ല എന്നർത്ഥം. ഏത് മരണത്തിൽ നിന്നാ? ആത്മാവിൻ്റെ മരണം. അതിനെക്കുറിച്ചിട്ട് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ മരണം എന്താണെന്നുള്ളത്, ആ മരണമാണ് നമുക്കില്ലാണ്ടിരിക്കുക. ആ മരണത്തിൽ നിന്നാണ് നമ്മൾ മോചിക്കപ്പെടാം. ആത്മാവിലെ മരണം സംഭവിക്കില്ല, ആത്മാവ് നഷ്ടപ്പെട്ട് പോകില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് അതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. പാപത്തിൽ നിന്ന് വിടുതലും ആത്മാവിൻ്റെ മരണം സംഭവിക്കില്ല എന്ന്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. നാലാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ശിരസ്സായ സഭാശരീരത്തിലെ അവയവങ്ങളാണ് തങ്ങളെന്നും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സ്വീകരിച്ച് കർത്താവിനോട് കൂടി സഭയെ കെട്ടിപ്പടുക്കുവാനായിട്ട് ഉള്ള അവകാശം, കടമ അവർക്ക് ലഭിക്കുന്നു. 1 കൊറിന്തോസ് അത് വായിക്കേണ്ട കുറേ ഉണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം 4 കാര്യങ്ങളാണ്. യേശു ദൈവപിതാവാണെന്ന അനുഭവം അവർക്ക് ലഭിക്കുന്നു. യേശു കർത്താവും രക്ഷകനുമാണെന്ന അനുഭവം അവർക്കുണ്ടാകുന്നു.
നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നു. നാലാമത്തെ, ക്രിസ്തു ശിരസ്സായ സഭാശരീരത്തിലെ അവയവങ്ങളാണ് തങ്ങളെന്നും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സ്വീകരിച്ച് ഏക ശരീരമായ സഭയെ കെട്ടിപ്പടുക്കുവാനായിട്ട് പടുത്തുയർത്തുവാനായിട്ടുള്ള കടമ തങ്ങൾക്കുണ്ടെന്ന ബോധ്യം അവർക്ക് ലഭിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് ആത്മാഭിഷേകമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടും. 10 വർഷം കഴിഞ്ഞിട്ടാ. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. നമ്മളെന്താ ചെയ്യാന്നറിയോ? 100 രൂപ എന്ന് പറയും. എന്താ കാരണം എന്നറിയോ? 10 കൊല്ലം കാത്തിരിക്കണ്ടേ? അത് നമുക്ക് നിത്യതയുള്ള ഒരു കാര്യമാണ്. തൽക്കാലത്തേക്ക് 100 കിട്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ബർഗർ വാങ്ങിച്ചിട്ട് അടിച്ചു പൊളിച്ച് നടക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ ജീവിതം, ഇതിൻ്റെ അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വപ്നം കാണാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആത്മാവ് ഇന്ന് കാലത്ത് എന്നെ പ്രചോദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ ധ്യാനം നടന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. പലരും പറഞ്ഞു എനിക്ക് തലയ്ക്ക് വട്ടാന്നാണ്. കുറച്ച് വട്ടൊക്കെ ഉണ്ട്. ഇനി മുതൽ ഇവിടെ ധ്യാനത്തിന് ഒരു പൈസയും വാങ്ങിക്കണ്ടെന്ന്. നല്ല കാര്യമില്ലേ? നമ്മളിവിടെ ധ്യാനത്തിന് പൈസ വാങ്ങിച്ചിരുന്നു. ഇനി മുതൽ ഇവിടെ താമസ ധ്യാനത്തിനും ഒരു പൈസയും ഇല്ല, ഒക്കെ സൗജന്യമാണ്. സ്വസ്ത്ര കാഴ്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് വീട്ടിൽ പോയാൽ മതി. അതൊന്നും നിർബന്ധമൊന്നുമില്ല. ആത്മാവൻ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവൻ നടക്കുമോ? ഞാനെങ്കിൽ കുറച്ച് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു നടക്കും. ഞാനാണ്, ആത്മാവ് ആണ് പറയുന്നെങ്കിൽ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കാം. ചിലർ പറയും കഴുതയുടെ പുറത്ത് കയറിയിരുന്നാൽ മതി എന്ന്. ചേച്ചി പറഞ്ഞ പോലെ കഴുതപ്പുറത്ത് കയറി, ഞാൻ കഴുതിയ കഴുതപ്പുറത്ത് എന്നെ കർത്താവ് കയറ്റി നടന്നോളുന്നു. അതിലൊരു അപാകതയുണ്ട്. എന്താ അപാകത എന്നറിയോ? എന്താ അപാകത? ഈശോ കഴുതയുടെ പുറത്താണ് കയറിയത്. ഈശോ കഴുതയുടെ പുറത്താണ് കയറിയത് എന്ന് പറ. ആണോ മേരീച്ചിയെ? അതേതാ? ഈശോ കോഴിക്കോട് അടുത്തപ്പോ ആണോ പോയത്? കഴുതയുടെ പുറത്താണോ പോയത്? ആണോ? നിങ്ങൾ കൃത്യം ബൈബിൾ വായിക്കാത്തതിന്റെ പ്രശ്ന. ഈശോ കഴുതയുടെ പുറത്താണ് പോയത് അല്ല. ബൈബിള് ശരിക്കും വായിച്ചിട്ടില്ല. അവിടെ ഇരിക്കും. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്താ പോയിട്ടുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ബൈബിൾ കൃത്യമായി നിങ്ങൾ പഠിക്കണം. കാണാൻ കൊണമെന്ന് പഠിച്ച് കാണണമെന്ന് പറയരുത്. കഴുതയാവുമ്പോൾ എന്താ കഴുതക്കുട്ടിക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആരും അച്ഛൻ ഞാൻ കഴുതയാണ്, എൻ്റെ പുറത്ത് കർത്താവ് കയറിയെന്ന് പറഞ്ഞാല് ഞാൻ എല്ലാ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പുറത്ത് കർത്താവ് കയറില്ല. 5 വയസ്സായ കുട്ടി ഇവിടെ നിൽക്കുമ്പോള് അവന്റെ മുഖത്ത് നോക്കുമ്പോ എന്തുണ്ട്? നിഷ്കളങ്കതയുണ്ട്, പരിശുദ്ധിയുണ്ട്. അത് മൂത്ത് ഒരു 50 വയസ്സായാല, അല്ല പോട്ടെ 50 വയസ്സായ 15 വയസ്സായാൽ മതി. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടിയും കഴുതായും വ്യത്യാസം. കഴുത എന്ന് പറഞ്ഞാൽ മൂത്ത് ഓക്കെ, അല്ല ഒരു വ്യത്യാസമുള്ള കുട്ടി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ കഴുത അല്ല, കഴുത കുട്ടിയാണ്. അപ്പം അത്രയും മാത്രം. അല്ലെങ്കിൽ ഈശോ കയറുമ്പോൾ
കഴുത എല്ലാത്തിനും ഉപയോഗിച്ച് അതിന് ഈശോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ബലിപീഠമൊക്കെ പരിശുദ്ധമായിട്ട് വേറെ ഞങ്ങൾക്ക് ഉപയോഗിച്ചത് ഇവിടെ ഉപയോഗിക്കരുതെന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ കഴുതിയാണ് അച്ഛൻ്റെ പുറത്ത് കളിക്കുക, ഞാൻ എല്ലാതും കാണിച്ചിട്ട് ഞാൻ ഈ കുട്ടിയാവാണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് 10-ാം തീയതി അടുത്ത ചൊവ്വാഴ്ചയാണ്. പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങണം. ദൈവം നമ്മളെ ഒത്തിരിയേറെ പദ്ധതികളുണ്ട്. ദൈവത്തിന് ഒത്തിരി പദ്ധതികൾ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പദ്ധതി നമ്മളെ കുറിച്ചിട്ട്. അപ്പോൾ നാളെ അടുത്ത ചൊവ്വാഴ്ച 10-ാം തീയതി നമ്മൾ ആത്മാഭിഷേക മാതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ജന്മദിനം ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അമ്മയാണ് ശരിക്ക് ഇതിൽ പറഞ്ഞതുപോലെ നമ്മളെ സഭയെ കെട്ടിപ്പടുക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അമ്മയെയാണ്. അമ്മയാണ് സഭ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുക്കുക. ഈശോ ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് വരില്ല. അമ്മയ്ക്കാണ് മക്കള് കിടന്ന് വേദനിക്കുമ്പോൾ സഹിക്കാൻ പറ്റാണ്ട് വരുന്ന അമ്മമാർക്കാണ് അല്ലേ? അമ്മയാണ് ഹൃദയം നൊന്ത് പൊട്ടിക്കരയുക. അപ്പം സഭ നശിക്കുമ്പോൾ എപ്പോഴും പൊട്ടിക്കരയുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് അവിടെ സഹിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ അപ്പന്മാരെ ടൂറ് പോകാനും ചോദിക്കും, 100 തരണം, അതൊന്നും ടൂറൊന്നും പോണ്ടെന്ന് പറയും. പക്ഷെ അമ്മമാർ പറയും, സാരില്ല, കൊടുക്കുക. അമ്മമാർ അവിടെ ഒരു കാരുണ്യം, സ്നേഹം, വാത്സല്യം, അതിന് പ്രത്യേകമായിട്ട് അമ്മമാർക്കാണ് അപ്പന്മാരെക്കാളും വാത്സല്യം കൊടുക്കാനായിട്ട്. അത് ഒരു കൃപയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കഷ്ടപ്പാട് കഴിച്ച് നോക്കി കൊണ്ടുവരുന്നത് അതൊക്കെ ഒരു കൃപയാണത്. അത് അമ്മമാർക്ക് ദൈവം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത്. അമ്മമാരെ നോക്കണം, അപ്പന്മാരെ നോക്കിയാൽ ശരിയാവോ? ശരിയാവില്ല. ചിലർ പറയും ശരിയാക്കാന്നൊക്കെ പറയും. അമ്മമാരെന്നെ നോക്കണം, അപ്പന്മാരെ നോക്കണേക്കാണ് പറയും. അപ്പോൾ അമ്മയുടെ ഹൃദയം, അമ്മയുടെ കരുണ കാണിക്കും, വാത്സല്യം കാണിക്കും. കാനായിലെ വിവാഹം വിധിച്ചിട്ട് ആ കാര്യം നമുക്കറിയാം. അവിടെ സമയമായിട്ടില്ല, എന്നിട്ട് പോലും അമ്മ തിരുക്കുമാണ്ട് പറഞ്ഞു പോയിട്ട് ഈശോ തട്ടി കളഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു, എൻ്റെ സമയം ആയിട്ടില്ല, എന്നാലും സാരില്ല, നീ പറഞ്ഞതല്ലേ, ഞാൻ ചെയ്യാം. അപ്പം അമ്മയുടെ മാധ്യസ്ഥം വളരെ ശക്തമായിട്ട് അഭിഷേകമാണ് സ്രോതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. നമ്മൾ തകരുമൊക്കെ ഏറ്റവും കൂടുതൽ കരയുന്നതും അമ്മ തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും അസുഖം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്പന്മാരെക്കാളും കൂടുതൽ ഓളിയിട്ട് കരയുന്നതും അമ്മമാർ തന്നെയാണ്. അപ്പോൾ അമ്മയോട് ചേർന്ന് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരാത്മാവിൽ അഭിഷേകമായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും പ്രാർത്ഥിച്ച് ഒരുങ്ങാം. 8 ദിവസം നോയമ്പെടുക്കുന്നവരൊക്കെ ഉണ്ട്, അത് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആരോഗ്യം പോലെ ചെയ്താൽ മതി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 8 ദിവസം നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. 8 നോയമ്പ്. അതിനായിട്ട് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.